ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു ദുആ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ദിക്കറ് പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും നമ്മൾ 5 നേരം നമസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൽ പല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടാവും. അതെല്ലാം പുറത്ത് നമ്മുടെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കണേ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ 3 അസ്തഗ്ഫിറുല്ലാ ചൊല്ലാറുള്ളത്. അതല്ലാതെ ഒരു ദിക്കറ് പോലെ അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് പോലും ജീവിതത്തിൽ ചെയ്യാത്ത നമ്മുടെ മുത്തുനബി ദിവസവും 70 മുതൽ 100 വരെയും എണ്ണത്തിൽ അസ്തഗ്ഫിറുല്ലാ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര അസ്തഗ്ഫിറുല്ലാ ചൊല്ലിയാലാണ് മതിയാവുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ദിവസവും 70 ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുടെ 700 പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് നമ്മളെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ധാരാളം ഖുർആൻ ആയത്തുകളുമുണ്ട്. സൂറത്തുൻ നൂഹിൽ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും തെറ്റുകൾ ചെയ്യും. പക്ഷേ ആ ഒരു തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. എത്ര വലിയ പാപം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പാപമോചനം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു പുറത്തു തരുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, നമ്മൾ പാപമോചനം ചോദിക്കുന്നതിനോടൊപ്പം അള്ളാഹു നമുക്ക് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ ഒരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരുമെന്നാണ് അടുത്ത ഒരു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മഴയില്ലാത്തൊരവസ്ഥ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അറിയാം, അത്രത്തോളം കഠിനമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ടൊക്കെ അത് നമുക്ക് കാവലിനെ തരികയും സമൃദ്ധമായിട്ട് മഴ തരികയും ചെയ്യും എന്ന് ഖുർആനിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയും ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വങ്ങൾ തീരുന്നില്ല. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് ഈ ഒരു ആയത്ത് തന്നെ ഒരു വലിയ തെളിവാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും ഇസ്തിഗ്ഫാർ ഒരു വലിയ ഒരു പരിഹാരം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഖുർആൻ ആയത്തുകളും ഉണ്ട്. അത് ഞാൻ വരും വീഡിയോകളിലെല്ലാം പറയുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയാണ്, നിങ്ങൾ ഇന്ന് മുതൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും മഹത്വങ്ങളുള്ള ഒരു ദിക്ർ തന്നെയാണ്. അപ്പോൾ ഇത് പതിവാക്കുവാനും ഇതിൻ്റെ മഹത്വങ്ങൾ അനുഭവിച്ചറിയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്ത് തരട്ടെ, ആമീൻ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.